പിന്റോ റൂബി അനലിറ്റിക്കൽ ടാരോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വിഷുഫലത്തിൻ്റെ രണ്ടാം ഭാഗമാണ്. അതിൽ ക്യാൻസർ, കർക്കിടകം, ലിയോ, ചിങ്ങം, വിർഗോ, കന്നി രാശി എന്നിവയ്ക്കുള്ള റീഡിംഗ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഈ ഓരോ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളുടെയും സ്പെസിഫിക് ആയിട്ട് നമ്മളിതിൽ എനർജി റീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കർക്കിടകൻ രാശി, ക്യാൻസറിൻ്റെ എനർജി എന്താണ്, വിഷുഫലം എന്താണ് എന്ന് നമുക്ക് നോക്കാം. കർക്കിടകൻ രാശിയിൽപ്പെട്ട ആളുകൾക്ക് പൊതുവായ വിഷുഫലം എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ 5 കാർഡുകളാണ് എടുക്കുന്നത്. കാർഡ്സ് നോക്കാം. 4 ഓഫ് സോർഡ്സ്, ഏസ് ഓഫ് സോർഡ്സ്, ഏസ് ഓഫ് കപ്സ്, 3 ഓഫ് പെൻറ്റക്കിൾസ്, 8 ഓഫ് വാണ്ട്സ്. അപ്പോൾ ഈ ക്യാൻസർ സോഡിയക് സൈൻ ആയിട്ടുള്ള ആളുകൾക്കും, അല്ലെങ്കിൽ സാധാരണ നമ്മുടെ കർക്കിടകൻ രാശിയാണ് നോക്കുന്നതെങ്കിൽ അതിൽപ്പെട്ട ആളുകൾക്കുമുള്ള പൊതുവായ വിഷുഫലമാണ് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്ന മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഓട്ടപ്പാച്ചിലുകളിൽ നിന്നോ ഉള്ളൊരു മോചനമാണ് ഈ കാർഡ് പറയുന്നത്. അതായത് ഒരു ഹീലിംഗ് പീരിയഡാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. പുതിയ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് മനസ്സിനെ ശാന്തമാക്കാൻ ഈ വിഷുക്കാലം നിങ്ങളെ സഹായിക്കും എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഏസ് ഓഫ് സോർഡ്സും ഏസ് ഓഫ് കപ്സും അടുത്ത് വന്നിരിക്കുന്നത് വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബാണ് നൽകുന്നത്. അതായത് 2 ഏസസ് ആണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് സോർട്സ് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാനും തടസ്സങ്ങൾ നീക്കി മുന്നേറാനും സഹായിക്കുമ്പോൾ, ഏസ് ഓഫ് കപ്സ് പുതിയ സ്നേഹബന്ധങ്ങൾക്കോ കുടുംബത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾക്കോ തുടക്കം കുറിക്കുന്ന എനർജിയാണ് നൽകുന്നത്. ഇപ്പോൾ വൈകാരികമായിട്ടും ബുദ്ധിപരമായിട്ടും ഒക്കെ ഒരു പുതിയ ഉണർവ് ഈ ക്യാൻസർ സൈനായിട്ടുള്ള, അതായത് കർക്കിടകം രാശിക്കാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 3 ഓഫ് പെൻറ്റക്കിൾസ് തൊഴിൽ മേഖലയിൽ മറ്റുള്ളവരുടെ സഹകരണം ലഭിക്കാനും നിങ്ങളുടെ കഴിവിനുള്ള അംഗീകാരം നിങ്ങളെ തേടിയെത്താനും സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോഴും പിന്നിലുള്ള ചില ഡബിൾ എനർജി പോലെയുള്ള ചില സാഹചര്യങ്ങളെ, അതിനെയൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതായത് അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലായിരുന്നു നിങ്ങൾ ഇത്ര നാളുമെങ്കിൽ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോകാനായിട്ട്, നിങ്ങളുടെ നേട്ടങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. 8 ഓഫ് വാണ്ട്സ് പറയുന്നത് കാര്യങ്ങൾ പെട്ടെന്ന് മറിയാൻ പോവുകയാണ്. അതായത് നിങ്ങൾക്ക് ദൂരയാത്രകൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ എന്തിനോ ഒരു മറുപടിക്കായിട്ട് കാത്തിരിക്കുകയാണെങ്കിൽ, എന്തോ ഒരു കാര്യത്തിന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളെ വളരെ പെട്ടെന്ന് ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തും. എന്തോ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് എത്താൻ പോകുന്നു എന്നാണ്. ആ ഒരു വേഗത ഈ കാർഡ് പറയുന്നുണ്ട്. ഇപ്പോൾ മടിയൊക്കെ മാറ്റിവെച്ച്, അലസതയൊക്കെ മാറ്റിവെച്ച് വേഗത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് വരാനിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു തയ്യാറെടുപ്പ് നിങ്ങൾക്ക് എന്തായാലും നടത്താം, അല്ലെങ്കിൽ നിങ്ങൾ നടത്തുന്നത് നല്ലതായിരിക്കും. തടസ്സങ്ങളൊക്കെ മാറി പുതിയ അവസരങ്ങൾ വരുന്നൊരു സമയമാണ് എന്തായാലും നിങ്ങൾക്ക് വിഷുക്കാലം. കൃത്യമായ പ്ലാനിങ്ങും അതുപോലെ മനഃശാന്തിയോടുകൂടിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളുടെ ഫലം നോക്കാം. പുണർദം, പൂയം, ആയില്യം എന്നിവയാണ് കർക്കിടകൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ. അത് നോക്കാം. അവയുടെ ഫലങ്ങൾ വിശദമായിട്ട് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം പുണർദം നക്ഷത്രത്തിൻ്റെ ഫലം. അപ്പോൾ നമ്മൾ അതിന് നോക്കുന്നത് പുണർദം നക്ഷത്രക്കാർക്ക് എന്ത് എനർജിയാണ് ഈ സമയത്ത് അവരിൽ, വിഷുക്കാലത്ത് അവരിൽ എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ സ്വാധീനം ചെലുത്താൻ പോകുന്നത്. മാർസിൻ്റെ എനർജി ആയിരിക്കും അവരിൽ സ്വാധീനം ചെലുത്തുന്നത് കൂടുതലും. ഏത് ഭാവത്തിലാണ് അവർക്ക് ഈ സ്വാധീനം അനുഭവപ്പെടുക? 7th ഹൗസ്, റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്ത് കാര്യത്തിലാണ് ശ്രദ്ധ വേണ്ടത്? റൂട്ട്സ്, ഇമ്മും കോളി. ഓക്കെ, ഇപ്പോൾ പുണർദം നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്ന എനർജി കാർഡ് എന്ന് പറയുന്നത് മാർസിൻ്റെയാണ്.
അതായത് ചൊവ്വ അങ്ങേയറ്റത്തെ ഊർജ്ജത്തെയും അതൊരു ഡൈനാമിക് എനർജിയാണ് ചൊവ്വയുടേത്. ആത്മവിശ്വാസമൊക്കെ നൽകുന്ന ഒരു എനർജിയാണ് മാർസിൻ്റേത്. എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ തുടങ്ങാനോ അല്ലെങ്കിൽ പാതി വഴിയിൽ നിലച്ചുപോയ കാര്യങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ഒരു പ്രചോദനം ഈ സമയത്ത് ലഭിക്കും. ഒരു ഫാസ്റ്റ് പേസ്ഡ് എനർജി. അപ്പോൾ ഇവിടെ നമ്മളത് കണ്ടിരുന്നല്ലോ, ഒരു ഫാസ്റ്റായിട്ട് എന്തോ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് വരുന്നു. കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന ഈ അടുത്ത കാലം വരെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അനുഭവപ്പെട്ടിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നൊരു മാറ്റം നിങ്ങൾക്കുണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ തളർന്നിരിക്കാതെ ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കാനുള്ള എനർജി നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് ചൊവ്വയായിരിക്കും. ഇത് നിങ്ങളുടെ ഏഴാം ഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ബന്ധങ്ങളെ, പാർട്ട്ണർഷിപ്പിനെ. അത് വിവാഹബന്ധം തന്നെ അല്ലെങ്കിൽ ദാമ്പത്യ ബന്ധം തന്നെ ആവണമെന്നില്ല. ബിസിനസ് ആവാം, പൊതു പങ്കാളിത്തമുള്ള കാര്യങ്ങളാവാം, പൊതു സമൂഹവുമായിട്ടുള്ള ഇടപെടലുകളാവാം, വർക്ക് സ്പേസിലെ ഒരു കൂട്ടായ്മയാവാം, അങ്ങനെയൊക്കെ ആവാം. ഈ മേഖലകളിൽ ചൊവ്വയുടെ സ്വാധീനം വരുന്നതുകൊണ്ട് ഇടപെടലുകളിൽ അല്പം ഗൗരവം കൂടാൻ സാധ്യതയുണ്ട്. ബന്ധങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകാതെ ഊർജ്ജസ്വലമായ സഹകരണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതായത് ഒരു അദൃശ്യമായ ഒരു ഹാൻഡ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ ഒരു മൽപ്പിടുത്തം, ഒരു പോരാട്ടം അദൃശ്യമായി നിൽക്കുന്ന എനർജീസ് കാണിക്കുന്നതായിട്ട് കാണാം. നമ്മൾ ഇവിടെയും കണ്ടല്ലോ, 3 ഓഫ് പെൻഡക്കിൾസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിജയിച്ചു പോകുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെ ഒരു ഡെവൽ എനർജീസ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതായത് ഒരു തർക്കങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അവിടെ ബന്ധങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു പോവുക എന്നുള്ളതാണ്. അത് പേടിക്കേണ്ട കാര്യമൊന്നുമല്ല, നമ്മളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇമുൻ കോലി എന്ന് പറയുന്നത് നിങ്ങളുടെ റൂട്ട്സ് ആണ്. അതായത് ഹോം ആൻഡ് റൂട്ട്സ്, കുടുംബവും വേരുകളും ഒക്കെ സൂചിപ്പിക്കുന്നതാണ്. ഏഴാം ഭാവവും ഇമുൻ കോലിയും ഒക്കെ ചേരുമ്പോൾ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് വീട് പണി, വസ്തു ഇടപാടുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ടി വരും. അതുപോലെ കുടുംബാംഗങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കേണ്ടി വരുന്ന ഒരു സമയമായിരിക്കും. അതായത് കുടുംബവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ചൊവ്വയുടെ അമിതമായ ഊർജ്ജം ചിലപ്പോൾ ദേഷ്യമായോ എടുത്തുചാട്ടമായോ മാറാനായിട്ട് സാധ്യതയുണ്ട്. അത് ബന്ധങ്ങളെ ബാധിക്കാതെ നോക്കണമെന്നുള്ളതാണ്. അപ്പോൾ വീടിനുള്ളിലോ വസ്തുവകകളിലുള്ള തർക്കങ്ങൾ, എന്തെങ്കിലും ഒരു തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പുണർദം നക്ഷത്രക്കാർക്ക് നിങ്ങളതൊന്ന് രമ്യമായിട്ട് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു തർക്ക രീതിയിലേക്ക് പോകാനും ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു എനർജിയാണല്ലോ കാണുന്നത്. അപ്പോൾ അതിനൊരു കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാനൊരു ഈ എനർജിയൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കാൻ ബോധപൂർവമായ ഒരു ശ്രദ്ധ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ വിഷുക്കാലമായതുകൊണ്ടും നമ്മൾ വിഷുഫലമാണ് നോക്കുന്നത് എന്നുള്ളത് കൊണ്ടും ഞാൻ കൃഷ്ണൻ്റെ ഒരു മെസ്സേജ് കൂട്ടി എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. റിലീജിയസ് ആയിട്ട് അതിനെ കാണാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് ഈ ഏപ്രിൽ മാസത്തെ ഫലമായിട്ടാണല്ലോ ഇപ്പോൾ അത് കാണുക. ആ സമയത്ത് ഇതിനൊരു ഗൈഡൻസ് ആയിട്ട് എടുത്താൽ മതി. അതിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം നിങ്ങൾ സ്വീകരിച്ചാൽ അതിലേക്ക് ശ്രദ്ധിച്ചാൽ മതിയാകും. അപ്പോൾ എന്താണ് കൃഷ്ണൻ്റെ ഉപദേശം എന്ന് നോക്കാം. 2 കാർഡുകളാണ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്താണെന്ന് നോക്കാം. Exclusive surrender to Krishna, complete loving surrender to Krishna, steady, unshaken, balanced, unwavering. ഇത് കഴിഞ്ഞ പാർട്ടിലും മറ്റു രാശികളുടെ കാര്യത്തിൽ വന്നിരുന്നു. ഏതോ ഒരു രാശിയിൽ മേടം, ഇടവം, മിഥുനം നോക്കിയതിൽ ഏതിലോ ഒന്നിൽ സ്റ്റഡി എന്ന് പറഞ്ഞ മെസ്സേജ് കൃഷ്ണൻ്റെ മെസ്സേജായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങളോട് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്, ഈ വിഷുക്കാലത്ത് നിങ്ങളുടെ എല്ലാ ആശങ്കകളും പ്രയാസങ്ങളും ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുക എന്നാണ്. പലപ്പോഴും പൂർണ്ണർദ്ധം നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ചെറിയൊരു ആശങ്ക ഉണ്ടാവാറുണ്ട്. എന്നാൽ ഭഗവാൻ കൂടെയുണ്ടെന്നും എല്ലാം ശരിയായ ദിശയിൽ നടക്കുമെന്നുമുള്ള ഉറച്ച വിശ്വാസം നിങ്ങളെ വലിയ വിജയങ്ങളിലേക്ക് നയിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വിശ്വാസമാണ് പ്രധാനം. പരിപൂർണമായ സമർപ്പണം, ഡിവൈനിൽ നിങ്ങളെ പരിപൂർണമായി സമർപ്പിക്കുക എന്നതാണ് ഇവിടുത്തെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു അർത്ഥം. പിന്നെ ഒരു സ്ഥിരതയെ പറ്റിയാണ് സ്റ്റഡിനെസ് ഇവിടെ പറയുന്നത്. അതായത് ചൊവ്വയുടെ എനർജി ഉള്ളത് കൊണ്ട് തന്നെ മനസ്സ് പെട്ടെന്ന് ചഞ്ചലമാകാൻ സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ഈ കാർഡ് നൽകുന്ന നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും കുലുങ്ങാതെ നിൽക്കുക എന്നതാണ്. ജീവിതത്തിൽ വൈകാരികമായും പ്രായോഗികമായും ഒരു ബാലൻസ് നിലനിർത്താൻ ശീലിക്കുക. ഈ ഒരു സ്ഥിരതയാണ് വരുന്ന സമയത്ത്, ഈ ഒരു സ്ഥിരതയാണ് ഇനി വരുന്ന ഈ സമയത്ത്, വിഷുക്കാലത്ത് അല്ലെങ്കിൽ അതിന് ശേഷം ഉള്ള സമയത്ത് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായിട്ടുണ്ടാവുക. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധയിൽ വെച്ചേക്കുക. അപ്പോൾ പൊതുവിൽ
പുണർദം നക്ഷത്രക്കാർക്ക് ചൊവ്വയുടെ ആവേശത്തെയും ഭക്തിയുടെയും സ്ഥിരതയുടെയും തലത്തിലേക്ക് മാറ്റിയാൽ ഈ വിഷുക്കാലം നിങ്ങൾക്ക് ഐശ്വര്യപ്രദമാക്കാം. ശ്രദ്ധാപൂർവം നിങ്ങളുടെ ആ ഒരു ചടുലമായ എനർജിയെ നിങ്ങൾ കൈകാര്യം ചെയ്യുക, അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് പൂയം നക്ഷത്രത്തിന്റെ കാർഡുകൾ നോക്കാം. പൂയം നക്ഷത്രക്കാർക്ക്, കർക്കിടകം രാശിയിൽ വരുന്ന പൂയം നക്ഷത്രക്കാർക്ക് വിഷുക്കാലത്തെ എനർജി ഏത് തരത്തിലുള്ളതായിരിക്കും? ജൂപ്പിറ്റർ ഏത് ഭാവത്തിലായിരിക്കും? ആ എനർജി നിങ്ങൾക്ക് അനുഭവപ്പെടുക ഏത് ഭാവത്തിലായിരിക്കും? 5th ഹൗസ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിർദ്ദേശമെടുക്കാം. എന്ത് കാര്യമാണ് ഈ വിഷുക്കാലത്ത് നിങ്ങളോട് യൂണിവേഴ്സ് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നത്? ഡിഗ്നിഫൈഡ്. വിഷുക്കാലത്ത് ഇത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ സ്ട്രെങ്ത് ഡിഗ്നിറ്റിയോടുകൂടി കൈകാര്യം ചെയ്യുക എന്നതാണ് വിഷുക്കാല മെസ്സേജ്. പൊതുവായിട്ട് അങ്ങനെ ഒരു വൈബ് ഇതിൽ നമ്മൾ റീഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതലുണ്ട്, ആദ്യത്തെ പാർട്ടിലുണ്ട്. അങ്ങനെ പൂയം നക്ഷത്രക്കാർക്ക് എനർജി കിട്ടിയിരിക്കുന്നത് ജൂപ്പിറ്റർ ആണ്, അതായത് വ്യാഴമാണ്. വ്യാഴം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ അബണ്ടൻസ്, ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, അബണ്ടൻസ് നൽകുന്ന കാർഡാണ്, ഒരു എനർജിയാണ്. വിജ്ഞാനം, വളർച്ച, സമൃദ്ധി എന്നിവയുടെ ഒരു കാലമായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങളൊക്കെ, ആ തടസ്സങ്ങളൊക്കെ മാറി മുന്നോട്ട് പോകാനായിട്ട് ഈ സാഹചര്യത്തിൽ ഒരു വഴി തുറന്നു കിട്ടും. മുതിർന്നവരുടെയോ ഗുരുതുല്യന്മാരായിട്ടുള്ള ആളുകളുടെയോ സഹായം ഈ സമയത്ത് നിങ്ങൾക്ക് വലിയ കരുത്തായിട്ട് വരും. ഇനി നിങ്ങൾക്ക് അനുഭവപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നത് പൂയം നക്ഷത്രക്കാർക്ക് 5ാം ഭാവത്തിലാണ്. അതായത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ പാഷൻ, കലാപരമായ കാര്യങ്ങൾ, സർഗാത്മകത, ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധി, അതുപോലെ സന്തോഷം, കുട്ടികൾ എന്നിവയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ് 5ാം ഭാവം എന്ന് പറയുന്നത്. നിങ്ങളുടെ ക്രിയേറ്റീവായ കഴിവുകൾക്ക് വലിയ അംഗീകാരം ലഭിക്കുന്ന സമയമാണിത്. പുതിയ വിദ്യകൾ പഠിക്കാനോ പഠിപ്പിക്കാനോ വിനോദങ്ങളിൽ ഏർപ്പെടാനോ ഒക്കെയുള്ള അവസരങ്ങൾ വന്നു ചേരും. അതുപോലെ കുട്ടികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സന്തോഷകരമായ വാർത്തകൾ ഈ സമയത്ത് പൂയം നക്ഷത്രക്കാർക്ക് ഈ വിഷുക്കാലത്ത് പ്രതീക്ഷിക്കാം. വിഷുക്കാലം എന്ന് പറയുമ്പോൾ വിഷുഫലമാണല്ലോ, വിഷു മുതൽ അങ്ങോട്ടുള്ള കാലത്തെയാണ് നമ്മളിത് സൂചിപ്പിക്കുന്നത്. ഒരു വർഷത്തെ എനർജിയാണ് പൊതുവായിട്ട് പറയുന്നത്. എന്നാലും വിഷുവിനോട് അനുബന്ധമായി നിൽക്കുന്ന സമയത്ത് ഇത് കൂടുതലായിട്ട് ഇതിൻ്റെ ഒരു എനർജി നമുക്ക് അനുഭവപ്പെടും. ഇവിടെ നിങ്ങളോട് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നത്, നിങ്ങളുടെ എനർജിയും വ്യാഴമാണ്. അവിടെ നിങ്ങൾ സ്ട്രെങ്ത് കാണിക്കുന്നത്, നിങ്ങളുടെ കരുത്ത് കാണിക്കുന്നത് അന്തസ്സ് കൈവിടാതെ ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് സമൂഹത്തിൽ മാന്യമായ സ്ഥാനമാനങ്ങൾ ലഭിക്കാനും നിങ്ങളുടെ വാക്കിന് മറ്റുള്ളവർ വില നൽകാനും സാഹചര്യം ഉണ്ടാകും. അപ്പോൾ എടുത്തുചാട്ടമില്ലാതെ വളരെ പക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ അത് നിങ്ങൾക്ക് വലിയൊരു നേട്ടമായിരിക്കും. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അമിതമായ ആത്മവിശ്വാസം, ഓവർ കോൺഫിഡൻസ് വരാതെ നോക്കണം. കാരണം വ്യാഴത്തിൻ്റെ സ്വാധീനം ഉള്ളതുകൊണ്ട് അതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഭാഗ്യത്തിൽ മാത്രം വിശ്വസിക്കാതെ നിങ്ങളുടെ കർമ്മം ചെയ്യുക. 5ാം ഭാവം ബുദ്ധിയുടേതായതുകൊണ്ട് തന്നെ ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ എന്നും ഗുണം ചെയ്യും. നമുക്ക് എന്താണ് കൃഷ്ണൻ നിങ്ങൾക്ക് നൽകുന്ന, ഈ വിഷുക്കാലത്ത് നൽകുന്ന നിർദ്ദേശം എന്ന് നോക്കാം. റിലീജിയസ് ആയിട്ട് എടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് ഡിവൈൻ ഗൈഡൻസ് ആയിട്ട് അതിനെ കണക്കാക്കാം. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂണിവേഴ്സൽ ഗൈഡൻസ് ആയിട്ടാണെങ്കിലും എടുക്കാം. ഫിയർലെസ്, കാം, കറേജ് ബിയോണ്ട് ഓൾ ഫിയർ. ഇവിടെ ഭയം വെടിയുക എന്നതാണ് ഈ കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് ഉപദേശിച്ചതുപോലെ നിങ്ങളോട് പറയുകയാണ്, ഭയം വെടിഞ്ഞ് പേടിയെല്ലാം മാറ്റിവെച്ച് മുന്നോട്ട് പോവുക. അതായത് നിങ്ങൾക്ക് വ്യാഴം ഡിഗ്നിഫൈഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട്, കരുത്തോടു കൂടി നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ദൈവികമായ ഒരു സംരക്ഷണം എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭാവിയിലെ കാര്യങ്ങളെക്കുറിച്ചോ വരാനിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചോ ഉള്ള അനാവശ്യമായ ഭയങ്ങൾ ഈ നിമിഷം നിങ്ങളോട് ഉപേക്ഷിക്കാനാണ് കൃഷ്ണൻ പറയുന്നത്. ആത്മവിശ്വാസത്തോടെയുള്ള ഒരു ചുവടുവയ്പ് നിങ്ങൾ ജീവിതത്തിൽ നടത്തേണ്ടതുണ്ട്. ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതെന്തുമായിക്കോട്ടെ, മനസ്സിനുണ്ടാകുന്ന ആശങ്കകൾ മാറ്റിവെച്ച്
ഡിവൈനിൽ വിശ്വസിച്ച് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ആത്മവിശ്വാസമുണ്ടെങ്കിൽ ഏത് തടസ്സത്തെയും മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഭയം നിങ്ങളുടെ ബുദ്ധിയെയും സർഗാത്മകതയെയും തളർത്താനായിട്ട് അനുവദിക്കരുത്. ഭഗവാൻ കൂടെയുള്ളപ്പോൾ അല്ലെങ്കിൽ യൂണിവേഴ്സൽ എനർജി കൂടെയുള്ളപ്പോൾ മറ്റൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല എന്ന ഉറച്ച ബോധ്യം നിങ്ങൾക്ക് വിഷുഫലമായിട്ട് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ആയില്യം നക്ഷത്ര ഫലത്തിലേക്ക് കിടക്കാം. ആയില്യം നക്ഷത്രക്കാർക്ക് വിഷുക്കാലത്ത് എന്ത് എനർജിയാണ് വിഷുഫലമായിട്ട് പ്രധാനമായിട്ടും എന്ത് എനർജിയാണ് ഉണ്ടാകുന്നത്? മെർക്കുറി ഏത് ഭാവത്തിലായിരിക്കും? 3rd ഹൗസ്. എന്താണ് നിങ്ങളോട് യൂണിവേഴ്സ് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നത്? നിങ്ങൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ട കാര്യം എന്താണ്? എന്തിലാണ്? ട്രാൻസിറ്റ്, ക്ലൈമറ്റ്. ഓക്കെ, ഇവിടെ ആയില്യം നക്ഷത്രക്കാരുടെ അധിപൻ എന്ന് പറയുന്ന ബുധൻ തന്നെ ഈ വിഷു എനർജിയായിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ സ്വാഭാവികമായ കഴിവുകൾ ഈ സമയത്ത് വർദ്ധിക്കും. സംസാരശേഷി, ബുദ്ധിപരമായ തീരുമാനങ്ങൾ, അതുപോലെ ഒരു തന്ത്രപരമായ കാര്യങ്ങൾ, ബിസിനസ് തന്ത്രങ്ങൾ എന്നിവയിൽ നിങ്ങൾ ഈ കാലയളവിൽ തിളങ്ങും. പുതിയ കാര്യങ്ങൾ പഠിക്കാനും മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താനും ഇത് മികച്ച സമയമായിരിക്കും. 20-ാം തീയതി ഒന്ന് നോട്ട് ചെയ്തോളൂ. എന്തെങ്കിലും ഒരു പ്രത്യേകത ആ ദിവസത്തിന് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. അത് ഈ മേടം 20 ആകാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ എടുത്തിരിക്കുന്ന കർക്കിടകം മാസത്തിലെ അതായത് ജൂലൈ മാസം 20, അല്ലെങ്കിൽ കർക്കിടകം മലയാള മാസം 20, മേടമാസം 20, ഏപ്രിൽ 20 എന്നിങ്ങനെ ഏതെങ്കിലും ദിവസങ്ങൾ ആകാം. എന്തെങ്കിലും ഒരു പ്രത്യേകതകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാം പോസിറ്റീവായിട്ട്. ഇത് 3-ാം ഭാവത്തിൽ വന്നിരിക്കുന്നത് കൊണ്ട് ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ, സഹോദരങ്ങൾ, ചെറിയ യാത്രകൾ, ധൈര്യം എന്നിവയെ സൂചിപ്പിക്കുന്ന കാർഡാണ്. അതായത് നിങ്ങളുടെ വാക്കുകൾക്ക് ഈ സമയത്ത് വലിയ സ്വാധീനമുണ്ടാവും. നിങ്ങളുടെ വിഷുഫലമാണ് പറയുന്നത്. അപ്പോൾ വിഷുക്കാലത്ത് വിഷുവിന് ആ ഒരു മാസങ്ങളിൽ പ്രധാനമായിട്ടും ഒരു പ്രാധാന്യം നിങ്ങളുടെ വാക്കുകൾക്ക് വരുന്ന ഒരു സമയമായിരിക്കും. സഹോദരങ്ങളിൽ നിന്നോ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ നിങ്ങൾക്ക് സഹായം പ്രതീക്ഷിക്കാം. അതുപോലെ എഴുത്ത്, പ്രസംഗം തുടങ്ങിയ മേഖലയിലുള്ളവർക്ക് ഇതൊരു നല്ല ഒരു സുവർണകാലമായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസിഷൻ, ഒരു മാറ്റങ്ങളുടെ ഒരു കാലാവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. അതായത് ക്ലൈമറ്റ് മാറ്റം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങളെന്ന് പറയുന്നത് താൽക്കാലികമാണല്ലോ. ഒരു പ്രത്യേക കാലാവസ്ഥ മാറുന്ന പോലെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലും ചെറിയ മാറ്റങ്ങൾ വരാം എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് സ്ഥിരമായ ഒന്നായിരിക്കില്ല, പക്ഷെ ഒരു പരിവർത്തന ഘട്ടം, ഒരു ട്രാൻസിഷൻ പീരീഡ് എന്ന് പറയാം. ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറെടുക്കുക. അതായത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ ബുധൻ 3-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുന്നത് നന്നായിരിക്കും. പൊതുവായി ഈ ഒരു കാര്യം റീഡ് ചെയ്യുമ്പോൾ വരുന്നുണ്ട്. അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അതുപോലെ യാത്രാ സമയങ്ങളിൽ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ മറ്റുമൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് നിങ്ങൾക്കുള്ള വിഷു ഗൈഡൻസ് എന്താണ് കൃഷ്ണൻ നൽകുന്നത് എന്ന് നോക്കാം. കൃഷ്ണന്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഹ്യൂമിലിറ്റി, ജെന്റിൽ, സെൽഫ്ലെസ്, റെസ്പെക്ട് വിത്തൗട്ട് പ്രൈഡ്. ആയില്യ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പൊതുവെ ബുദ്ധിശക്തിയും കൗശലവും ഒക്കെയുള്ള ആളുകളാണ് നിങ്ങളെന്നാണ് പറയുന്നത്. പക്ഷെ ഈ വിഷുക്കാലത്ത് നിങ്ങൾക്ക് കൃഷ്ണൻ നൽകുന്ന ഉപദേശം എന്ന് പറയുന്നത് വിനയത്തെക്കുറിച്ചാണ്. അതായത് വിദ്യ കൊണ്ട് വിനയം എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ അറിവും കഴിവുകളും മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് വിനയപൂർവ്വം ഉപയോഗിക്കുക. നിങ്ങളുടെ വാക്ചാതുര്യം, ഇപ്പം നമ്മൾ മെർക്കുറി ഇൻ 3rd ഹൗസ് നമ്മൾ കണ്ടല്ലോ, മറ്റുള്ളവരെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഒരു അഹങ്കാരത്തോടു കൂടിയുള്ള ഒരു പെരുമാറ്റ രീതിയല്ല, ഒരു കൈൻഡ്നെസ്സോടുകൂടി ജെന്റിലായിട്ട് ആളുകളെ ട്രീറ്റ് ചെയ്യുക, മാറ്റങ്ങളെ അംഗീകരിക്കുക. ട്രാൻസിറ്റ് കാർഡ് സൂചിപ്പിക്കുന്നത് പോലെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുമ്പോൾ അത് അംഗീകരിക്കാനുള്ള വിനയം കാണിക്കുക. ഞാൻ ഒരു സെൽഫ്ലെസ് ആയിട്ട്, ഞാൻ എന്ന ഭാവം വെടിഞ്ഞ് ഒരു നല്ല സെൽഫ്ലെസ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്, ഒരു അഹങ്കാരമില്ലാതെ മുന്നോട്ട് പോകുന്നത് നിങ്ങളെ കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കും എന്നതാണ്. അതായത് ബന്ധങ്ങളിലെ മാധുര്യം, വിനയത്തോടുള്ള പെരുമാറ്റം, 3-ാം ഭാവം സൂചിപ്പിക്കുന്ന സഹോദരങ്ങൾക്കിടയിലും സുഹൃത്തുക്കൾക്കിടയിലും ഒക്കെ നിങ്ങൾക്ക് വലിയൊരു
റെസ്പെക്റ്റ് നേടിത്തരും. ആ റെസ്പെക്റ്റിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അതായത് സെൽഫ്ലെസ് ആയിട്ട് പെരുമാറുമ്പോൾ, ജെന്റിലായിട്ട് അഹങ്കാരമില്ലാതെയൊക്കെ പെരുമാറുമ്പോൾ അത് ഒരിക്കലും നിങ്ങളുടെ ഇടിവല്ല, നിങ്ങളുടെ ഉയർച്ചയായിട്ട് ആണ്. അങ്ങനെ ആയിരിക്കും. അങ്ങനെ തന്നെയാണ് ആളുകളുടെ ഇടയിൽ നിങ്ങൾക്കൊരു റെസ്പെക്റ്റാണ് അതുവഴി ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ ബുദ്ധിക്കൊപ്പം വിനയം കൂടി ചേരുമ്പോൾ ഈ വിഷുക്കാലം നിങ്ങളുടെ വ്യക്തിത്വത്തിന് നല്ലൊരു പുതിയൊരു തിളക്കം നൽകുന്നതായിരിക്കും എന്നതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഓക്കെ, അപ്പം നമ്മൾ കർക്കിടകം രാശിയുടെ, അതായത് ക്യാൻസർ സോഡിയാക് സൈൻ വരുന്ന എനർജി റീഡിങ് കഴിഞ്ഞു. പൊതുവായിട്ടുള്ള ഫലവും അതിൽ വരുന്ന 3 നക്ഷത്രങ്ങളുടെ പുണർദം, പൂയം, ആയില്യം തുടങ്ങിയ നക്ഷത്രങ്ങളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഫലങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ചിങ്ങം രാശിയുടെ ലിയോ സൈനിൻ്റെ പൊതുഫലത്തിലേക്ക്, അതിൽ വരുന്ന നക്ഷത്രങ്ങളുടെ ഫലത്തിലേക്കും പോവാം. നമുക്ക് ലിയോ രാശിയിൽ വരുന്ന, അതായത് ലിയോ സോഡിയാക് സൈൻ ആയിട്ട് വരുന്ന ചിങ്ങം രാശിക്കാരുടെ പൊതുവായിട്ടുള്ള ഫലം ആദ്യം നോക്കാം. അതിനുശേഷം അതിൽ വരുന്ന ചിങ്ങം രാശിയിലെ നക്ഷത്രങ്ങളായ മകം, പൂരം, ഉത്രം, ആദ്യപാദം എന്നിവയിലേക്കും കൂടി സ്പെസിഫിക് ആയിട്ട് അവരുടെ എനർജി കൂടി നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് പൊതുഫലം, ചിങ്ങം നക്ഷത്രക്കാരുടെ പൊതുവായ വിഷുഫലം എങ്ങനെയാണെന്ന് നമുക്കൊരു 5 കാർഡ് സ്പ്രെഡിലൂടെ നോക്കാം. ചിങ്ങം നക്ഷത്രക്കാരുടെ പൊതുവായ വിഷുഫലം. ഓക്കെ, ഈ കാർഡ് Nine of Swords, 3 of Swords, 3 of Cups, 2 of Cups, Knight of Cups. ചിങ്ങം രാശിക്കാരുടെ പൊതുവായൊരു ഫലം, ലിയോന്റെ ഒരു പൊതുവായ വിഷുഫലം നോക്കുമ്പോൾ നമുക്ക് കിട്ടിയ കാർഡുകൾ പറയുന്നത് ഒരു വൈകാരികമായ ഇമോഷണൽ ട്രാൻസിഷനും സൗഹൃദങ്ങളുടെ ഒരു പ്രാധാന്യത്തെയൊക്കെ പറ്റിയാണ്. പൊതുവായിട്ടുള്ളൊരു എനർജി, ഒരു ജനറൽ എനർജി എന്ന് പറയുന്നത് വന്നിരിക്കുന്നത്. അതായത് 9 ഓഫ് സോഡ്സും 3 ഓഫ് സോഡ്സും ഒരുമിച്ച് വന്നിരിക്കുന്നത്, തുടക്കത്തിൽ തന്നെ ഈ 2 കാർഡുകളും കൂടി വന്നിരിക്കുന്നത് സൂചിപ്പിക്കുന്നത് ചിങ്ങം രാശിക്കാർ കഴിഞ്ഞ കുറച്ചു നാളുകളായി അനുഭവിച്ച മാനസിക വിഷമങ്ങളെയും ഉറക്കമില്ലാത്ത രാത്രികളെയും സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഒരുപക്ഷെ പ്രിയപ്പെട്ടവരിൽ നിന്നേറ്റ മുറിവുകളോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ചില കാര്യങ്ങൾ നടക്കാതെ പോയതോ നിങ്ങളെ അലട്ടുന്നുണ്ടാവാം. എന്നാൽ ഈ വിഷുക്കാലം ആ വേദനകളിൽ നിന്നുള്ള ഒരു വിടുതൽ നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ് എന്നതാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്ന സൂചന. അതായത് 3 ഓഫ് കപ്സും 2 ഓഫ് കപ്സും ഒരുമിച്ച് വന്നിരിക്കുന്നത് ആഘോഷങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ബന്ധങ്ങളിലെ ആഘോഷങ്ങളും സന്തോഷങ്ങളും ഒക്കെയാണ്. നേരത്തെ പറഞ്ഞ വിഷമങ്ങൾക്കുള്ള പരിഹാരം ഇവിടെയുണ്ട്. അതായത് സൗഹൃദങ്ങളും സ്നേഹബന്ധങ്ങളും നിങ്ങൾ ഈ അവസ്ഥയിൽ നിന്ന് കരകയറ്റും. സുഹൃത്തുക്കളോടൊപ്പമുള്ള ആഘോഷങ്ങൾ, പ്രിയപ്പെട്ടവരുമായ ഒത്തുചേരൽ എന്നിവ മനസ്സിന് വലിയ സന്തോഷം നൽകും. ഒറ്റപ്പെടലിൽ നിന്ന് മാറി മറ്റുള്ളവരുമായി ഇടപഴകേണ്ട ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വിഷുവിനോടനുബന്ധിച്ച് വരാനിരിക്കുന്നത്. സ്നേഹ സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തും. അതായത് പുതിയൊരു അവസരമോ അല്ലെങ്കിൽ സന്തോഷകരമായ എന്തൊരു സന്ദേശമോ ഈ കാർഡ് വഴി നിങ്ങളിലേക്ക് കടന്നു വരികയാണ്. അതായത് ഒരു പ്രണയമാകാം, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു പുതിയ റിലേഷൻഷിപ്പ്, മാരേജ് പോലെ എന്തെങ്കിലും ആവാം, അല്ലെങ്കിൽ പുതിയൊരു ക്രിയേറ്റീവ് പ്രൊജക്റ്റ് ആവാം. നിങ്ങളുടെ വികാരങ്ങളെ പോസിറ്റീവായിട്ട് പ്രകടിപ്പിക്കാൻ ഈ സമയം നിങ്ങളെ ഇത് സഹായിക്കും, ഈ എനർജി സഹായിക്കും. അപ്പോൾ കഴിഞ്ഞ കാലത്തെ സങ്കടങ്ങളൊക്കെ മറന്ന് സുഹൃത്തുക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും സഹായത്തോടെ പുതിയൊരു സന്തോഷത്തിലേക്ക് ചുവടുവയ്ക്കുന്ന ഒരു സമയമായിരിക്കും ഈ വിഷുക്കാലം. അതാണ് നിങ്ങളുടെ വിഷുഫലം പൊതുവായിട്ടുള്ളത്. ഹൃദയം തുറന്ന് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഈ വിഷുക്കാലം നിങ്ങൾക്ക് ചിങ്ങം രാശിക്കാർക്ക്, ലിയോയിന് അവസരം നൽകുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ചിങ്ങം രാശിയിലെ നക്ഷത്രങ്ങളിലേക്ക് കടക്കാം. ആദ്യ നക്ഷത്രമായ മകം നക്ഷത്രത്തിൻ്റെ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. മകം നക്ഷത്രത്തിന് വിഷുക്കാലത്ത് എന്ത് എനർജിയാണ്? വീനസ് ഏത് ഭാവത്തിലായിരിക്കും അത് നിങ്ങൾക്ക് അനുഭവപ്പെടുക? 3rd ഹൗസ്. കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് മിക്കവാറും രാശി നമ്മൾ നോക്കിയതിൽ നക്ഷത്രങ്ങളുടെ ഫലങ്ങളിൽ അത് വന്നിരുന്നു. പൊതുവായൊരു എനർജി കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നുണ്ട്. നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്ത്? ഡിസെൻഡൻറ്റ്, ഇൻവിറ്റേഷൻ,
മകം നക്ഷത്രത്തിന് കിട്ടിയിരിക്കുന്നത് വളരെ മനോഹരവും ആകർഷകവുമായ കാർഡുകളാണ്. അതായത് ഈ വീനസിന്റെ, അതായത് ശുക്രന്റെ സാന്നിധ്യം മകം നക്ഷത്രത്തിന്റെ ലിയോയുടെ രാജകീയമായ പ്രൗഢിക്കും മാറ്റുകൂട്ടുന്ന എനർജിയാണ്. അതായത് കല, സ്നേഹം, ഐശ്വര്യം എന്നിവയുടെ ഗ്രഹമാണ് ശുക്രൻ. ഇവിടെ ഈ എനർജി നൽകുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിന് ഒരു പ്രത്യേക ആകർഷണീയത ഈ സമയത്ത് കൈവരുമെന്നുള്ളതാണ്. അതായത് ആഗ്രഹിച്ച ആഡംബര വസ്തുക്കൾ സ്വന്തമാക്കാനോ ജീവിതം ആസ്വദിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ക്രിയേറ്റീവായ കാര്യങ്ങളിൽ ഏർപ്പെടാൻ ശുക്രൻ നിങ്ങളെ പ്രേരിപ്പിക്കും. നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളിൽ ഇപ്പം എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് കഴിവുകളൊക്കെ ഉള്ള ആളുകളാണ്, കുറേ നാളായിട്ട് അത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പതിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഈ വിഷുക്കാലം, ഈ വിഷുഫലം നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നത് നിങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നുള്ളതാണ്. 3-ാം ഭാവം ആശയവിനിമയത്തെയും സഹോദരങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ സംസാരത്തിൽ ഒരു മാധുര്യം ഈ കാലത്ത് അനുഭവപ്പെടും. സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം കൂടുതൽ നിങ്ങൾക്ക് ദൃഢമാകാനാണ് പോകുന്നത്. കലാരംഗത്തോ സോഷ്യൽ മീഡിയയിലോ ഉള്ളവർക്ക് നിങ്ങളുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും മറ്റുള്ളവരെ സ്വാധീനിക്കാൻ സാധിക്കും ഈ വരുന്ന വിഷുക്കാലം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഡിസെൻഡന്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ അല്ലെങ്കിൽ മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഇൻവിറ്റേഷൻ എന്ന ഒരു വാക്ക് വന്നിട്ടുണ്ട്. പുതിയൊരു കൂട്ടുകെട്ടിലേക്കോ ബിസിനസ്സിലേക്കോ പങ്കാളിത്തത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ചടങ്ങിലേക്കുള്ള ക്ഷണം നിങ്ങളെ തേടിയെത്തും. ഈ ക്ഷണം നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒന്നായിരിക്കും. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആഡംബരങ്ങൾക്കായിട്ട് അമിതമായി പണം ചിലവഴിക്കുന്നത് നിങ്ങൾ നിയന്ത്രിക്കണം, ഒന്ന് ശ്രദ്ധിക്കണം. 3-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ പ്രണയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യതയുണ്ട്. ഒരു പ്രണയം നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ബാധിക്കാതെ നോക്കണം. അതൊരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട്, മാരേജ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ, നിങ്ങൾ അതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ താല്പര്യങ്ങളിൽ നിന്ന്, പ്രൊജക്റ്റുകളിൽ നിന്ന്, ജോലിയിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ, ലക്ഷ്യങ്ങളിൽ നിന്നും പിന്മാറുന്ന തരത്തിലേക്ക് അത് നിങ്ങളെ കൊണ്ടുപോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഒരു നിർദ്ദേശം ഇവിടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. വിഷുക്കാലമായതുകൊണ്ട് തന്നെ എന്താണ് കൃഷ്ണന്റെ സന്ദേശം എന്നുകൂടി നമ്മൾ എടുക്കുകയാണ്. റിലീജിയസ് ആയിട്ടല്ല ഇത് നമ്മൾ പിക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരു താല്പര്യം ഇല്ലാത്ത ആളുകൾ, ആ രീതിയിൽ കാണാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് ഡിവൈൻ എനർജി ആയിട്ട് കണക്കാക്കിയാൽ മതിയാകും. സബ്മിസീവ്, ഹംബിൾ, സറണ്ടർ ആൻഡ് ജെന്റിൽ ഒബീഡിയൻസ്. ഈ മകം നക്ഷത്രം സാധാരണ ഇതിലൊരു പ്രൗഢിയും അധികാരവും അങ്ങനെ അതൊക്കെ കൈയാളണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷേ ഈ വിഷുക്കാലത്ത് ഈ വിഷുഫലം വഴി കൃഷ്ണൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന മാറ്റങ്ങളെയും അവസരങ്ങളെയും അഹങ്കാരമില്ലാതെ കണ്ട് സ്വീകരിക്കുക. അതായത് അത് ഒരു ദൈവനിശ്ചയമായിട്ട് കണ്ട് സ്വീകരിക്കുക. ഞാനെന്ന ഭാവം വെടിഞ്ഞ് യൂണിവേഴ്സൽ എനർജിക്ക് വഴങ്ങിക്കൊടുത്ത്, ഡിവൈൻ വില്ലിന് വഴങ്ങിക്കൊടുത്ത് നിങ്ങൾ കൂടുതൽ, അതായത് സബ്മിസീവായിട്ട് നിന്നാൽ, നിങ്ങൾ പൂർണ്ണമായും സറണ്ടർ ചെയ്താൽ, ഒരു ജെന്റിൽ ഒബീഡിയൻസ് നിങ്ങൾ സ്വീകരിച്ചാൽ, വിധേയത്വം, അനുസരണ എന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്താൽ, അല്ലെങ്കിൽ യൂണിവേഴ്സൽ എനർജിക്ക് വിട്ടുകൊടുത്താൽ നിങ്ങൾക്ക് കൂടുതൽ സമാധാനം ലഭിക്കും. അതുപോലെ 3-ാം ഭാവത്തിലെ ശുക്രൻ നമുക്കിവിടെ 3-ാം ഭാവത്തിലാണ് ശുക്രൻ വന്നിരിക്കുന്നതല്ലോ, അത് നിങ്ങൾക്ക് പ്രശസ്തിയും അംഗീകാരവും ഒക്കെ തന്നേക്കാം. അപ്പോൾ ആ സമയത്ത് മറ്റുള്ളവരോട് വിനയത്തോടെയും ബഹുമാനത്തോടുകൂടിയൊക്കെ പെരുമാറാൻ ശ്രദ്ധിക്കണം. ഒരു നല്ല ശിഷ്യനെ പോലെ അറിവ് സ്വീകരിക്കാനും മറ്റുള്ളവരെ കേൾക്കാനും തയ്യാറാകുന്നത് നിങ്ങളെ വലിയ ഉയരങ്ങളിലെത്തിക്കും. അഹങ്കാരം വെടിയണം എന്നാണ് പറയുന്നത്. ആ രീതിയിലേക്ക് മാറിപ്പോകരുത്. അതുപോലെ ബന്ധങ്ങളിലെ വിട്ടുവീഴ്ച, ഡിസെൻഡന്റ് സൂചിപ്പിക്കുന്ന പങ്കാളിത്തങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന ഇൻവിറ്റേഷനിൽ ബന്ധങ്ങളിൽ അനാവശ്യമായ ശാഠ്യം പിടിക്കാതെ വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുന്നത് ഗുണകരമായിരിക്കും എന്നതാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് യൂണിവേഴ്സ് അല്ലെങ്കിൽ കൃഷ്ണൻ നൽകുന്ന പ്രത്യേകമായിട്ടുള്ളൊരു ഗൈഡൻസ്. ഓക്കെ, നമുക്ക് അടുത്തതായിട്ട് ചിങ്ങം രാശിയിലെ പൂരം നക്ഷത്രത്തിന്റെ എനർജി നോക്കാം. എന്താണ് പൂരം നക്ഷത്രത്തിന്റെ എനർജി? യുറാനസ് ഏത് ഭാവത്തിലാണ് അത് നിങ്ങൾ അനുഭവപ്പെടാൻ പോകുന്നത്? നിങ്ങൾക്ക് ഏത് ഭാവത്തിലാണ് അത് അനുഭവപ്പെടാൻ പോകുന്നത്? 2 കാര്യം വന്നിട്ടുണ്ടല്ലോ, 6th ഹൗസ് ആൻഡ് 3rd ഹൗസ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സമയത്ത് നിങ്ങൾ എന്ത് കാര്യത്തിലാണ് ഒരു ശ്രദ്ധ വെക്കേണ്ടത്? സ്ക്വയർ, സെമി സ്ക്വയർ, ക്വിൻസെൻസ്, ടെൻഷൻ. ഓക്കെ,
ചിങ്ങം രാശിയിലെ, അതായത് ലിയോ സോഡിയാക് സൈനായിട്ട് വരുന്ന ആളുകൾക്ക്, അതിൽ വരുന്ന പൂരം നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സമയം എന്ന് പറയുന്നത് ഇത്തിരി ഗൗരവമുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു എനർജിയാണ്. യുറാനസിന്റെ സാന്നിധ്യം അപ്രതീക്ഷിതമായ മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് യുറാനസ് എപ്പോഴും പെട്ടെന്നുള്ള മാറ്റങ്ങളുടെയും വിപ്ലവകരമായ ചിന്തകളുടെയും ഗ്രഹമാണ്. നിലവിലുള്ള രീതികളിൽ നിന്ന് മാറി ചിന്തിക്കാൻ നിങ്ങൾ പ്രേരിപ്പിക്കപ്പെടും. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പുതിയ മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമയമായിരിക്കും ഇത്. എന്നാൽ ഈ മാറ്റങ്ങൾ അപ്രതീക്ഷിതമായിരിക്കാം. ഇവിടെ നമുക്ക് 2 ഭാവങ്ങൾ പ്രധാനമായിട്ടും വന്നിട്ടുണ്ട്. അതായത് ആരോഗ്യം, 6ാം ഭാവം, അതേപോലെ 3ാം ഭാവമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 6ാം ഭാവത്തിൽ സസ്റ്റൈനബിലിറ്റി, അതായത് ആരോഗ്യം, ജോലിയിലെ തടസ്സങ്ങൾ, ശത്രുക്കൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. ജോലി സ്ഥലത്തോ നിത്യജീവിതത്തിലോ ചെറിയ വെല്ലുവിളികൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം. അതുപോലെ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് സഹോദരങ്ങൾ, ധൈര്യം, ആശയവിനിമയം എന്നിവയൊക്കെ സൂചിപ്പിക്കുന്ന ഭാവമാണ് 3ാം ഭാവം. ഈ 2 ഭാവങ്ങളും കൂടിച്ചേരുമ്പോൾ നിങ്ങളുടെ സംസാരത്തിലോ അയൽക്കാരുമായോ സഹോദരങ്ങളുമായോ ഉള്ള ഇടപാടുകളിലോ പെട്ടെന്നൊരു ടെൻഷൻ വരാൻ സാധ്യതയുണ്ട് എന്നൊരു കാര്യം ഇവിടെ വന്നിട്ടുണ്ട്. ഗൗരവമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് പ്രത്യേകമായിട്ട് നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കുമ്പോൾ അവിടെയും ടെൻഷനാണ്. ഈ ആസ്പെക്റ്റുകൾ സൂചിപ്പിക്കുന്നത് ഒരു സംഘർഷാവസ്ഥയാണ്. കാര്യങ്ങൾ വിചാരിച്ച വേഗതയിൽ നടക്കാത്തതിലുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടായേക്കാം. ജോലിഭാരം കൊണ്ടോ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടോ ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ ഈ വിഷുക്കാലത്ത് അനുഭവപ്പെട്ടേക്കാം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പെട്ടെന്നുള്ള ദേഷ്യമോ എടുത്തുചാട്ടമോ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. യുറാനസ് നിങ്ങളെ കൊണ്ട് ഒരു വിപ്ലവകരമായ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കും. അത് അതിൽ ബോധവാന്മാരായിരിക്കണം. ഇങ്ങനെ ഒരു എനർജിയാണ് എനിക്ക് ഈ വിഷുക്കാലത്തുള്ളത് എന്ന് പൂരം നക്ഷത്രക്കാർ മനസ്സിലെടുത്തേക്കണം, എപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ടെൻഷൻ വരുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുള്ള സമയത്ത് നിങ്ങൾ അതിൽ നിന്ന് ഈ ഒരു ശ്രദ്ധ ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് പതിയെ വഴുതി മാറാൻ നിങ്ങൾക്ക് ബോധപൂർവമായിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ആരോഗ്യകാര്യത്തിൽ പ്രധാനമായിട്ടും ഭക്ഷണക്രമത്തിലൊക്കെ ശ്രദ്ധ വേണമെന്നാണ് പറയുന്നത്. എന്താണ് നിങ്ങൾക്ക് കൃഷ്ണൻ നൽകുന്ന വിഷു സന്ദേശം എന്നുകൂടി നോക്കാം. കൃഷ്ണന്റെ സ്പെസിഫിക് മെസ്സേജ്, ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. റിലീജിയസ് ആയിട്ട് താല്പര്യമില്ലെങ്കിൽ ഡിവൈൻ ഗൈഡൻസ് ആയിട്ട് എടുത്താൽ മതി കേട്ടോ. ട്രൂത്ത്ഫുൾ, ലിവിങ് ഇൻ ഓണസ്റ്റി ആൻഡ് ഡിവൈൻ ട്രൂത്ത്. ഇവിടെ യുറാനസ് നൽകുന്ന വെല്ലുവിളിയും അപ്രതീക്ഷിത മാറ്റങ്ങളും 6ാം ഭാവമൊക്കെ നിലനിൽക്കുന്ന സമയത്ത് ഈ കൃഷ്ണ ഗൈഡൻസ്, നമുക്ക് ട്രൂത്ത്ഫുൾ എന്ന് പറയുന്ന ഗൈഡൻസ് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ജീവിതത്തിൽ ചെറിയ സംഘർഷങ്ങളും ടെൻഷനും തടസ്സങ്ങളും ഒക്കെ അനുഭവപ്പെടുന്ന ഈ സമയത്ത് കൃഷ്ണൻ നിങ്ങളോട് പറയുന്നത് സത്യത്തിന്റെ പാതയിൽ ഉറച്ചു നിൽക്കാനാണ്. ആന്തരികമായ സത്യസന്ധത. പുറം ലോകത്ത് എന്ത് മാറ്റങ്ങൾ ഉണ്ടായാലും നിങ്ങളുടെ മനസ്സിനോടും പ്രവൃത്തികളോടും സത്യസന്ധത പുലർത്തുക. സാഹചര്യങ്ങൾ കഠിനമാകുമ്പോൾ എളുപ്പവഴികൾ തേടാതെ ധർമ്മത്തിന് നിരക്കുന്ന തീരുമാനങ്ങൾ എടുക്കുക. അതുപോലെ വാക്കുകളിലെ സത്യം. 3ാം ഭാവം ആശയവിനിമയത്തിൻ്റെതാണ്. 3ാം ഭാവം ഇവിടെ വന്നിരിക്കുന്നത്. യുറാനസിന്റെ സ്വാധീനവും കൂടി വരുമ്പോൾ സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ പറയാൻ ചിലപ്പോൾ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ സത്യം മാത്രം സംസാരിക്കുന്നത് നിങ്ങളെ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കും. അപ്പൊ അതുകൊണ്ട് സത്യം മാത്രമേ അവസാനം വിജയിക്കുള്ളൂ. അത് പ്രതിസന്ധികളൊക്കെ താൽക്കാലികമായിരിക്കും. അപ്പൊ ദൈവികമായ നീതി, യൂണിവേഴ്സൽ ജസ്റ്റിസ് നിങ്ങളെ തേടിയെത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഈ വിശ്വാസം നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കും. എത്ര സമ്മർദ്ദങ്ങൾ, സാഹചര്യങ്ങൾ ഉണ്ടാക്കിയാലും സത്യസന്ധത കൈവിടാതിരിക്കുക. ആ ഒരു ഗുണം ഈ വിഷുക്കാലത്ത് നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളെയും നീക്കാൻ സഹായിക്കും എന്നതാണ് പൂരം നക്ഷത്രക്കാർക്കുള്ള വിഷു ഫലമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ചിങ്ങം രാശിയിലെ അവസാന നക്ഷത്രമായ ഉത്രം നക്ഷത്രത്തിന്റെ ആദ്യ പാദം നോക്കാം. ഉത്രം നക്ഷത്രത്തിന്റെ ആദ്യ പാദക്കാർക്ക് എന്ത് എനർജിയാണ് വിഷുക്കാലത്തുണ്ടാവുക? മാർസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഏത് ഭാവത്തിലായിരിക്കും നോക്കാം. ഏത് ഭാവത്തിലാണ്, എത്രാമത്തെ ഹൗസിലാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുക ഇത്തരമൊരു എനർജി? 11th ഹൗസ്, കമ്മ്യൂണിറ്റി. എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സമയത്ത്? നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? 2-3 കാർഡ് ജമ്പറായിട്ട് വന്നിട്ടുണ്ട്. നോക്കാട്ടോ. ഡിസെൻഡന്റ്, അസെൻഡന്റ്.
ഇവിടെ ഉത്രം നക്ഷത്രത്തിന്റെ ആദ്യ പാദത്തിന് വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് ചൊവ്വയുടെ എനർജിയാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വലിയൊരു വേഗതയും ആവേശവും വരാൻ പോകുന്ന സമയമാണിത്. ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള കഠിനാധ്വാനം ഗുണം ചെയ്യും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കഠിനാധ്വാനം നിങ്ങൾ ചെയ്യാനായിട്ട് എല്ലാ സാഹചര്യങ്ങളും ഒത്തുവരും. തളർന്നിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു പുതിയ ഉണർവ് ചൊവ്വ നൽകും. നേതൃസ്ഥാനങ്ങൾ ഏറ്റെടുക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ വരുന്നത്. വിഷുവിന് ശേഷം 11ാം ഭാവം ആണ് ചൊവ്വ വന്നിരിക്കുന്നത്. 11ാം ഭാവത്തിൽ വരുമ്പോൾ അത് ലാഭം, ആഗ്രഹ പൂർത്തീകരണം, സുഹൃത്ത് ബന്ധങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നതാണ്. ഒരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ നടക്കുന്ന ഇലക്ഷനിൽ മത്സരിക്കുന്ന ആരെങ്കിലും ഈ എനർജി കാണുന്നുണ്ടോ? അല്ലെങ്കിൽ അതുമായി പുതിയ ഭരണ സംവിധാനങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ ഒരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് നേതൃപരമായ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരു സൂചന ലഭിക്കുന്നത് കൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും സാധിച്ചെടുക്കാൻ എന്തായാലും ഈ സമയത്ത് സാധിക്കും. സാമ്പത്തികമായ പുരോഗതിക്കും വലിയൊരു സുഹൃത്ത് വലയത്തിന്റെ പിന്തുണയും ലഭിക്കാനുമൊക്കെ ഈ വിഷുക്കാലത്ത് സാധ്യതയുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഇവിടെ അസെൻഡന്റും ഡിസെൻഡന്റും വന്നിട്ടുണ്ട്. എൻട്രൻസും ഇൻവിറ്റേഷനും. അതായത് ഒരു പുതിയ ജീവിതഘട്ടത്തിലേക്കോ അല്ലെങ്കിൽ പുതിയ സംരംഭത്തിലേക്കോ ഉള്ളൊരു പ്രവേശന കവാടത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. പുതിയ തുടക്കങ്ങൾക്ക് ഇത് വളരെ നല്ലതാണ്. അതുപോലെ നമ്മൾ നേരത്തെ മകം നക്ഷത്രത്തിന് കണ്ടതുപോലെ ഇവിടെ ഡിസെൻഡന്റ് ഇൻവിറ്റേഷൻ കാർഡ് വന്നിട്ടുണ്ട്. അതായത് ഒരു ക്ഷണം നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട്. ഇത് പങ്കാളിത്തത്തിലൂടെയോ പുതിയ ബന്ധങ്ങളിലൂടെയുള്ള വലിയ അവസരമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വലിയ പ്രാധാന്യമുള്ള ഒന്നായിരിക്കും. അതിൽ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചൊവ്വ 11ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സുഹൃത്തുക്കളുമായി തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം എന്നുള്ളതാണ്. അധികാരം കാണിക്കുന്നത് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കിയേക്കാം. പുതിയ പ്രവേശന കവാടങ്ങൾ തുറക്കപ്പെടുമ്പോൾ അത് ശരിയായ ദിശയിലാണെന്ന് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ഉറപ്പുവരുത്തണം എന്നതാണ് നിങ്ങളിവിടെ ശ്രദ്ധിക്കാനുള്ളത്. അതായത് നിങ്ങൾക്ക് ഇൻവിറ്റേഷൻസ് വരും. പുതിയൊരു പ്രവേശന കവാടം, അതായത് ഒരു പുതിയൊരു ഡോർ നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ആകും. പുതിയൊരു വഴി കാണും. അതിലേക്ക് കടക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഗുണകരമാണെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടാവണം. എന്താണ് വിഷുവിന് നിങ്ങൾക്ക് കൃഷ്ണൻ നൽകുന്ന മെസ്സേജ് എന്ന് നോക്കാം. 2-3 വീണുപോയി. അത് ഞാൻ ഇൻട്യൂഷനിൽ ഞാൻ ഈ യൂണിവേഴ്സിൻ്റെ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ തീരുമാനത്തിൽ വിശ്വസിക്കുകയാണ്. മോഡസ്റ്റ്, ഇതെല്ലാം നിങ്ങൾക്കുള്ള ഇതാണ്, നിർദ്ദേശങ്ങളാണ് കേട്ടോ, മെസ്സേജാണ്. ഫോൾട്ട്ലെസ്, എക്സ്പേർട്ട് ആൻഡ് ഓസ്റ്ററിറ്റി. എന്തായാലും ഉത്രം നക്ഷത്രത്തിന്റെ ആദ്യ പാദത്തിൽ വരുന്ന ആളുകൾക്ക് ലഭിച്ചിരിക്കുന്നത് വളരെ അർത്ഥവത്തായ 4 സന്ദേശങ്ങളാണ്. ചൊവ്വയുടെ ഊർജം 11ാം ഭാവത്തിൽ വന്നു നിൽക്കുന്ന ഈ സമയത്ത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നിങ്ങളെ ഉന്നതങ്ങളിൽ എത്തിക്കുമെന്നുള്ളതാണ്. അതായത് വിനയവും കുറ്റമറ്റ രീതിയും. 11ാം ഭാവത്തെ ലാഭം എന്ന് പറയുന്ന കാര്യങ്ങൾ, അതായത് നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അഹങ്കരിക്കാതെ ഒരു മോഡസ്റ്റായിട്ട് വിനയം കൈവിടാതെ നിൽക്കുക. ചെയ്യുന്ന ഓരോ കാര്യവും വളരെ കൃത്യതയോടെയും തെറ്റുകൾ കൂടാതെയും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ, അതായത് മാസ്റ്ററി ത്രൂ ഡിവൈൻ അവയർനെസ്. നിങ്ങളുടെ വൈദഗ്ധ്യം, നിങ്ങൾ ചെയ്യുന്ന തൊഴിലിലോ പ്രവൃത്തിയിലോ കൂടുതൽ വൈദഗ്ധ്യം നേടാൻ ഈ സമയം ഉപയോഗിക്കുക. നിങ്ങളുടെ കഴിവുകളെ കൂടുതൽ പോളിഷ് ചെയ്യുന്നത് പുതിയ അവസരങ്ങളിലേക്കുള്ള ഒരു എൻട്രൻസ് എളുപ്പമാക്കുമെന്നുള്ളതാണ്. ഇവിടെ ഓസ്റ്ററിറ്റി എന്ന് പറഞ്ഞാൽ തപസ് അല്ലെങ്കിൽ ചിട്ടയായ ശീലങ്ങൾ എന്നാണ് അർത്ഥം. ചൊവ്വയുടെ ആവേശത്തെ നിയന്ത്രിക്കാൻ ജീവിതത്തിൽ ഒരു ചിട്ട അല്ലെങ്കിൽ ഒരു അച്ചടക്കം കൊണ്ടുവരിക. ലക്ഷ്യത്തിലേക്കുള്ള കഠിനാധ്വാനം ഒരു തപസ്സായി സ്വീകരിച്ചാൽ വിജയം എന്തായാലും സുനിശ്ചിതമാണ്. അപ്പോൾ നിങ്ങളോട് മോഡസ്റ്റായിട്ട് തെറ്റുകളില്ലാതെ ഒരു വൈദഗ്ധ്യം, നിങ്ങളുടെ എക്സ്പേർട്ടൈസ് വർദ്ധിപ്പിക്കുക. അതുവഴി ഒരു ചിട്ടയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ വിജയം എന്തായാലും നിങ്ങൾക്കുണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ കൃഷ്ണൻ്റെ യൂണിവേഴ്സൽ മെസ്സേജായിട്ട് വന്നിരിക്കുന്നത്. ചിങ്ങം രാശിയുടെ 3 നക്ഷത്രങ്ങളുടെയും ഫലങ്ങൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് കന്നി രാശിയുടെ, അതായത് വിർഗോവിൻ്റെ പൊതുഫലത്തിലേക്ക് കടക്കാം. അതിൽപ്പെട്ട നക്ഷത്രങ്ങളുടെ, അതായത് ഉത്രം, ബാക്കി ഭാഗം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രങ്ങളുടെ റീഡിങ്ങും കൂടി ചെയ്തിട്ട് നമ്മുടെ പാർട്ട് 2 അവസാനിപ്പിക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിർഗോയുടെ, അതായത് കന്നി രാശിയുടെ പൊതുവായ ഫലങ്ങളാണ്. വിഷുഫലം എന്താണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. കന്നി രാശിക്കാർക്ക് അല്ലെങ്കിൽ വിർഗോ സോഡിയക് സൈനായിട്ട് വന്നിരിക്കുന്ന ആളുകൾക്കുള്ള പൊതുവായ വിഷുഫലം 5 ടാരോ കാർഡ്സിലൂടെ നമ്മൾ വിശകലനം ചെയ്യുകയാണ്. ഓക്കെ, കാർഡ്സ് നോക്കാം. ലവേഴ്സ്,
Queen of Swords, Tower, Knight of Wands and Nine of Swords. കന്നിരാശിയുടെ പൊതുഫലം ഈ 5 കാർഡ് സ്പ്രെഡുകളിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്, അതായത് നിർണായകമായ തിരഞ്ഞെടുപ്പുകൾ, ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കേണ്ട ഘട്ടത്തിലാണ് നിങ്ങളിപ്പോൾ എന്നുള്ളതാണ്. അത് പ്രണയബന്ധത്തിലോ കരിയറിലോ ആകാം. ഹൃദയവും ബുദ്ധിയും ഒരുപോലെ ഉപയോഗിച്ച് ശരിയായ പാത തിരഞ്ഞെടുക്കേണ്ട സമയമാണിതെന്ന് സൂചിപ്പിക്കുന്നു. ക്യൂൻ ഓഫ് സോർട്സ് വന്നിരിക്കുന്നത് വികാരങ്ങൾക്ക് അടിമപ്പെടാതെ കാര്യങ്ങളെ യുക്തിപൂർവം കാണാൻ നിങ്ങൾ ശ്രമിക്കും. സത്യസന്ധമായ നിലപാടുകൾ എടുക്കാനും തടസ്സങ്ങളെ വെട്ടിമാറ്റി മുന്നേറാനും ഈ ക്യൂൻ ഓഫ് സോർട്സ് എനർജി നിങ്ങളെ സഹായിക്കും ഈ സമയത്ത്. ടവർ വന്നിരിക്കുന്നത് പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളെയാണ്. അതായത് നിങ്ങളുടെ പഴയ ചില വിശ്വാസങ്ങളോ സാഹചര്യങ്ങളോ തകർന്നു വീഴാൻ സാധ്യതയുണ്ട്. ഇതൊരു എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമായിട്ടല്ല ഇവിടെ പറയുന്നത്. അതായത് ചില പഴയ കാര്യങ്ങൾ, നിങ്ങൾ എന്തോ കാര്യങ്ങളൊക്കെ തെറ്റിദ്ധാരണകളിലായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചിരുന്ന ചില കാര്യങ്ങളിൽ ഒരു തകർച്ച വരുന്നു. അതൊരു ശുദ്ധീകരണത്തിൻ്റെ ഒരു കാര്യമായിട്ടാണ് വരുന്നത്. ഒരു പുതിയ അടിത്തറ, പുതിയൊരു ഫൗണ്ടേഷൻ പണിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഭയപ്പെടാതെ ഈ മാറ്റത്തെ നിങ്ങൾ ഉൾക്കൊള്ളണം. അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഒന്നാണത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ക്യൂൻ ഓഫ് വാൻഡ്സ് മാറ്റങ്ങൾക്കിടയിലും ലക്ഷ്യത്തിലേക്ക് കുതിക്കാനുള്ള ആവേശം നിങ്ങളിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതായത് ദൂരയാത്രകൾക്കോ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ ഉള്ള സാധ്യതകൾ ഇത് കാണിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെട്ടിരുന്നെങ്കിൽ ആ ഒരു പ്ലാനിൽ വരുന്ന ഒരു തകർച്ചയായിരിക്കും. അപ്പോൾ പുതിയൊരു കാര്യത്തിലേക്ക്, അതായത് പ്രതിബന്ധങ്ങളെ വെട്ടിമാറ്റി അല്ലെങ്കിൽ തകർന്നടിഞ്ഞു വീഴുന്ന കാര്യങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു എനർജിയാണ് കാണുന്നത്. എന്നാലും ഇത്രയും മാറ്റങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ സ്വാഭാവികമായും മനസ്സിനുണ്ടാകുന്ന ചെറിയ ഭയമോ ഉത്കണ്ഠയോ ഈ കാർഡ് കാണിക്കുന്നു. അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കി മനസ്സിനെ ശാന്തമാക്കാൻ ഇത്തരം സാഹചര്യങ്ങളിൽ ശ്രദ്ധിക്കണം. അതായത് പഴയത് തകരുകയും പുതിയത് കെട്ടിപ്പടുക്കുകയും ചെയ്യുന്ന ഒരു പരിവർത്തന കാലമാണ്. അല്ലാതെ നിങ്ങൾക്ക് ലൈഫിൽ മൊത്തം തകർച്ചയുടെ കാലമാണെന്നല്ല. ലവേഴ്സ് കാർഡ് വന്നിരിക്കുന്നത് നിങ്ങളൊന്ന് ചൂസ് ചെയ്യേണ്ടി വരും. എന്താണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്? ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുമെന്ന്. അത് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ തീരുമാനങ്ങളും ബുദ്ധിപരമായ നീക്കങ്ങളും ഉണ്ടെങ്കിൽ ഈ വിഷുക്കാലം നിങ്ങൾക്ക് പുതിയൊരു ജീവിതം സമ്മാനിക്കുന്ന ഒന്നായിരിക്കും. അപ്പോൾ നമുക്കിനി സ്പെസിഫിക് ആയിട്ട് ഈ കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ, അതായത് ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദങ്ങൾ, പിന്നെ അതുപോലെ അത്തം ചിത്തിര നക്ഷത്രങ്ങളുടെ ഫലത്തിലേക്ക് പോകാം. ആദ്യം ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദങ്ങളുടെ എനർജി ഈ വിഷുക്കാലത്ത് ഏത് എനർജിയിലായിരിക്കുമെന്ന് നോക്കാം. നോർത്ത് നോഡാണ്, ഫ്യൂച്ചർ ഓറിയൻറ്റഡ്. അപ്പോൾ ഇവിടെ പറയുന്നതും അതാണ്, ഒരു ഫ്യൂച്ചറുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഏത് ഭാവത്തിലായിരിക്കും ഈ കാര്യങ്ങൾ? 6th ഹൗസ്, സസ്റ്റൈനബിലിറ്റി. എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ സമയത്ത്? റൂട്ട്സ്, കാട്ടുകൂടി, സിറസ്, നർച്ചർ. ഈ കന്നിരാശിയിലെ ഉത്രം അവസാന പാദം വരുന്ന 2, 3, 4 പാദങ്ങൾ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ വ്യത്യസ്തവും ആഴത്തിലുള്ളതുമായ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് ലൗകിക കാര്യങ്ങളെക്കാൾ ഉപരിയായി നിങ്ങളുടെ അടിത്തറ ഭദ്രമാക്കുന്നതിനെ കുറിച്ചാണ് ഈ കാർഡുകൾ സംസാരിക്കുന്നത്. ഇവിടെ ലവേഴ്സ് കാർഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇവിടെ എനർജി എന്ന് പറയുന്നത് രാഹു ആണ്. അതായത് നിങ്ങളുടെ ഒരു സോൾ മിഷനെ പറ്റിയാണ് പറയുന്നത്. ജീവിതത്തിൽ നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നതിനെക്കുറിച്ചൊരു വ്യക്തത ഈ സമയത്ത് ലഭിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കാനും, അതാണ് നിങ്ങളൊരു നിർണായകമായ തീരുമാനം എടുക്കേണ്ടി വരും എന്ന് പറയുന്നത്. നിങ്ങളുടെ സോൾ പർപ്പസിലേക്ക് നിങ്ങൾ കടക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കാനും അനുഭവിക്കാനുമുള്ള വലിയൊരു ആഗ്രഹം നിങ്ങളിൽ ഉണ്ടാകും. 6ാം ഭാവം എന്ന് പറയുമ്പോൾ കന്നി രാശിയുടെ സ്വഭാവമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാവമാണിത്. അതായത് ജോലിയിലെ കൃത്യനിഷ്ഠ, സേവനം, ആരോഗ്യം എന്നിവയ്ക്ക് ഈ കാലയളവിൽ മുൻഗണന നൽകണം എന്നുള്ളതാണ്. ശത്രുക്കളെ ബുദ്ധിപൂർവ്വം മറികടക്കാനും ദൈനംദിന ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കാനും ഇത് നിങ്ങളെ സഹായിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വന്നിരിക്കുന്നത് ഇമം കോലി, റൂട്ട്സ് ആൻഡ് സിറസ്, നർച്ചറാണ്. അതായത് നിങ്ങളുടെ കുടുംബം, വീട്, പാരമ്പര്യം എന്നിവയെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. അതിനെയൊക്കെ സൂചിപ്പിക്കുകയാണ്. നിങ്ങളുടെ വേരുകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ട സമയമാണ്. കുടുംബത്തിന്റെ പിന്തുണ ഈ സമയത്ത് വളരെ പ്രധാനമാണ്. നിങ്ങൾ എന്ത് കാര്യമാണ് ചെയ്യുന്നതെങ്കിലും കുടുംബത്തിന്റെ പിന്തുണ വേണം. എന്തോ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്നുണ്ട്, സോൾ പർപ്പസിലേക്കാണ് കടക്കാൻ പോകുന്നത്. എന്തോ ഒന്ന് തകർത്ത് മാറ്റിയിട്ടാണ്, അതുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠകളൊക്കെ നിങ്ങൾക്കുണ്ട്.
പക്ഷെ കുടുംബത്തിന്റെ പിന്തുണയോടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ സിറസ് കാർഡ് വരുന്നത് സ്നേഹത്തെയും പരിചരണത്തെയും സൂചിപ്പിക്കുകയാണ്. മറ്റുള്ളവരെ പരിപാലിക്കാനും അതുപോലെ തന്നെ നിങ്ങളെ തന്നെ സെൽഫ് കെയർ ചെയ്യാനും സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർക്കായി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വലിയ സംതൃപ്തിയായിരിക്കും ഈ കാലത്ത് അവർക്കും നിങ്ങൾക്കും നൽകാൻ പോകുന്നത്. നോർത്ത് നോഡ് വരുമ്പോൾ അനാവശ്യമായ ഭ്രമങ്ങൾക്കോ ആശയക്കുഴപ്പങ്ങൾക്കോ സാധ്യതയുണ്ട്. രാഹുവാണ്. വസ്തുതകൾ മനസ്സിലാക്കി മാത്രം തീരുമാനങ്ങൾ എടുക്കുക. 6ാം ഭാവം ആരോഗ്യത്തെ സൂചിപ്പിക്കുന്നതിനാൽ ഭക്ഷണക്രമത്തിലും അതുപോലെ ജീവിതശൈലിയിലും പ്രത്യേക ശ്രദ്ധ നൽകുക. നിങ്ങൾക്ക് എന്താണ് കൃഷ്ണൻ നൽകുന്ന വിഷു സന്ദേശം എന്ന് കൂടി നോക്കാം. യൂണിവേഴ്സൽ ഗൈഡൻസ് ആയിട്ട് എടുക്കാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ എടുക്കുക. സിംപ്ലിസിറ്റി, പ്യുവർ ലിവിങ് ബിയോണ്ട് കോംപ്ലക്സിറ്റി. അതായത് ഇവിടെ കൃഷ്ണന്റെ ഗൈഡൻസ് എന്ന് പറയുന്നത് ജീവിതത്തിൽ സങ്കീർണമായ പല മാറ്റങ്ങളും, അതായത് ഇവിടെ നമ്മൾ കാർഡുകളിൽ കണ്ട ടവറും അതുപോലെ നൈൻ ഓഫ് സോട്ട്സും ഒക്കെ വരുന്നുണ്ട്. ഉറക്കമില്ലാത്ത രാത്രികളും ഉത്കണ്ഠകളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നിങ്ങളോട് ഭഗവാൻ കൃഷ്ണൻ ആവശ്യപ്പെടുന്നത് ലാളിത്യത്തിലേക്ക് മടങ്ങാൻ വേണ്ടിയാണ്, സിംപ്ലിസിറ്റിയിലേക്ക്. അതായത് ജീവിതശൈലിയിലെ ലാളിത്യം. 6ാം ഭാവം ആരോഗ്യത്തെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ദിനചര്യകളെ പറ്റിയും പറയുന്നുണ്ട്. ആഡംബരങ്ങളിലോ സങ്കീർണതകളിലോ കുടുങ്ങാതെ ലളിതമായ ഭക്ഷണക്രമവും ചിട്ടയായ ജീവിതവും നയിക്കുന്നത് ഈ വിഷുക്കാലത്ത് നിങ്ങളുടെ ഊർജം വർദ്ധിപ്പിക്കും. അതുപോലെ ചിന്തകളിലെ ലാളിത്യം. ഉത്കണ്ഠകൾ വർദ്ധിപ്പിക്കുന്ന അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കുക. കാര്യങ്ങളെ ലളിതമായി കാണാൻ ശ്രമിച്ചാൽ നോർത്തിനോട് കാണിച്ചു തരുന്ന നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എളുപ്പത്തിലെത്താൻ സാധിക്കും. മറ്റുള്ളവരോടുള്ള സമീപനം. സിറസ് കാർഡ് സൂചിപ്പിക്കുന്ന കരുതലും സ്നേഹവും ലാളിത്യത്തോടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. വിനയത്തോടും ലാളിത്യത്തോടും കൂടിയുള്ള പെരുമാറ്റം കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ സന്തോഷം നൽകും. അപ്പോൾ ലളിത ജീവിതവും ഉന്നതമായ ചിന്തയും എന്നതാവണം നിങ്ങളുടെ ഈ വിഷുക്കാലത്തെ ആപ്തവാക്യം എന്നാണ് ഇവിടെ യൂണിവേഴ്സൽ മെസ്സേജ് ആയിട്ട് കൃഷ്ണൻ നൽകുന്നത്. സങ്കീർണതകൾ ഒഴിവാക്കുന്നത്, സിംപ്ലിസിറ്റിയിലേക്ക് പോകുന്നത് എപ്പോഴും മനസ്സിന് വലിയ സമാധാനം നൽകുന്ന കാര്യമായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് അത്തം നക്ഷത്രത്തിന്റെ ഫലത്തിലേക്ക് കടക്കാം. കന്നി രാശിയിൽപ്പെട്ട അത്തം നക്ഷത്രക്കാർക്ക് എന്ത് എനർജി ആയിരിക്കും ഈ വിഷുക്കാലത്ത് ഉണ്ടാവുക? യുറാനസ് ഏത് ഭാവത്തിലായിരിക്കും? യുറാനസിന്റെ എനർജി ഏത് ഭാവത്തിലായിരിക്കും അനുഭവപ്പെടുക? 8th ഹൗസ് മിസ്റ്ററി. എന്താണ് അത്തം നക്ഷത്രക്കാർ ഈ വിഷുക്കാലത്ത് ശ്രദ്ധിക്കേണ്ടത്? എന്ത് കാര്യം ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്? സിറസ് മെസ്സേജ് കൂടി. ടെൻഷൻ. അത്തം നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്ന കാർഡ് 8ാം ഭാവം പറയുന്ന പോലെ അല്പം നിഗൂഢമായിട്ടുള്ള ഒരു എനർജി നൽകുന്നതാണ്. ആന്തരികമായിട്ടുള്ള വലിയൊരു മാറ്റത്തെയും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് യുറാനസ് എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളുടെ ഗ്രഹമാണ് യുറാനസ്. അത്ത നക്ഷത്രക്കാർക്ക് ഈ വിഷുക്കാലത്ത് അപ്രതീക്ഷിതമായ അനുഭൂതികളാണിത്. അതായത് അപ്രതീക്ഷിതമായ ഫലങ്ങൾ, എനർജി നൽകും. വിപ്ലവകരമായ പുതിയ ആശയങ്ങൾ തോന്നാനോ അതുവരെ പിന്തുടരുന്ന ചില ശീലങ്ങളിൽ നിന്ന് പെട്ടെന്ന് മാറാനോ നിങ്ങൾക്ക് ആഗ്രഹം വരാൻ സാധ്യതയുണ്ട്. 8ാം ഭാവം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ട്രാൻസ്ഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് ഇതുമായിട്ട് വല്ലാതെ കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. നിഗൂഢതകൾ, പങ്കാളിയുടെ ധനം, ആയുസ് എന്നിവയെ സൂചിപ്പിക്കുന്നു. പങ്കാളിയുടെ ധനം, വ്യക്തികളുടെ ആയുസ് എന്നിവയെ സൂചിപ്പിക്കുന്നു. ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് നിങ്ങൾ വിധേയമാകുന്ന സമയമായിരിക്കും ഇത്. പഴയ ചില കാര്യങ്ങൾ അവസാനിക്കുകയും പുതിയവ ആരംഭിക്കുകയും ചെയ്യും. അപ്രതീക്ഷിതമായ ചില ലാഭങ്ങളോ അല്ലെങ്കിൽ നിഗൂഢമായ കാര്യങ്ങളിലോ ഉള്ള അറിവോ നിങ്ങളെ തേടിയെത്താം. അതായത് മറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും രഹസ്യങ്ങൾ നിങ്ങളെ തേടിയെത്താനായിട്ട് സാധ്യതയുണ്ട്. പങ്കാളിയുടെ പണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ഈ വിഷുക്കാലത്ത് നിങ്ങളെ തേടിയെത്താനായിട്ട് സാധ്യതയുണ്ട്. രഹസ്യമായിട്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം വരാൻ സാധ്യതയുണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സിറസും അതുപോലെ തന്നെ സ്ക്വയർ, സെമി സ്ക്വയർ എനർജി, ടെൻഷൻ എനർജി കൂടി വന്നിട്ടുണ്ട്. അതായത് ഒരു സംഘർഷം ഉണ്ടാവാനുള്ളൊരു സാധ്യത. സിറസ് കാർഡ് സൂചിപ്പിക്കുന്നത് ഈ മാറ്റങ്ങൾക്കിടയിലും നിങ്ങൾ മറ്റുള്ളവരെ പരിപാലിക്കാനും സ്നേഹം നൽകാനും ശ്രദ്ധിക്കുമെന്നാണ്. ഒരുപക്ഷെ ഒരു അമ്മയുടെ കരുതലോടുകൂടി നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. 8ാം ഭാവത്തിലെ യുറാനസ് 8ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഈ യുറാനസ് മാനസിക സമ്മർദ്ദം, ടെൻഷൻ നൽകുന്ന ഒരു എനർജി പൊതുവെ ഉണ്ടാവാറുണ്ട്. അതിവിടെ വന്നിട്ടുണ്ട്. കാര്യങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരുതരം അസ്വസ്ഥതയാണിത്.
ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എട്ടാം ഭാവം പൊതുവിൽ തടസ്സങ്ങളെ സൂചിപ്പിക്കുന്നത് കൊണ്ട് യാത്രാ വേളകളിലും സാമ്പത്തിക ഇടപാടുകളിലും അതീവ ശ്രദ്ധ പുലർത്തേണ്ട ആവശ്യമുണ്ട്. അനാവശ്യമായ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത് മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലധികം കുടുംബവുമായൊക്കെ ചേർന്ന് അല്ലെങ്കിൽ അവരവരെ ബാധിക്കാത്ത തരത്തിൽ കാര്യങ്ങളും ഒരു സുതാര്യതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കണം എന്നുള്ളതാണ്. എന്താണ് ഈ സാഹചര്യത്തിൽ കൃഷ്ണൻ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്ന് നോക്കാം. യൂണിവേഴ്സൽ ഗൈഡൻസ് ആയിട്ട് എടുക്കാം. ട്രൂത്ത്ഫുൾ, സത്യസന്ധത കാത്തു സൂക്ഷിക്കാനാണ് പറയുന്നത്. അതായത് നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ അനാവശ്യമായ രഹസ്യങ്ങളൊന്നും കീപ്പ് ചെയ്യേണ്ടതില്ല, ആവശ്യമില്ലാത്ത സമ്മർദ്ദങ്ങളിലേക്ക് പോകേണ്ടതില്ല. എന്ത് കാര്യങ്ങൾ വന്നാലും സത്യസന്ധത കൈവിടാതെ നിങ്ങൾ കാര്യങ്ങളെ നേരിടണം എന്നുള്ളതാണ് അത്തം നക്ഷത്രക്കാർക്കുള്ള നിർദ്ദേശം. പേടിക്കേണ്ട ഒരു വൈബ് ഇതിലില്ല. നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെ ഭഗവാന് വിട്ടുകൊടുക്കുക, യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ അത് തകരുന്നത് പോലെ തോന്നാമെങ്കിലും അതൊരു വലിയ മരമാകാനുള്ള തുടക്കമായിരിക്കും. ആ ഒരു ബോധ്യം സംഘർഷങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കും. അപ്പോൾ എന്തോ ഒരു തകർച്ച, നിങ്ങൾ ഇടപെടുന്ന കാര്യങ്ങളിലുള്ള എന്തോ ഒരു തകർച്ച വരാനിരിക്കുന്നുണ്ട്. അത് അല്ലെങ്കിൽ എന്തോ ഒരു കാര്യത്തെപ്പറ്റി ഒരു തകർച്ചയിലൂടെ ഒരു പുതിയ മാറ്റം ഉണ്ടാവാൻ വേണ്ടി പോകുന്നുണ്ട്. നിലവിൽ ഉറക്കമില്ലാത്ത രാത്രികളിലായിരിക്കാം നിങ്ങൾ എന്തോ ഒന്ന് നിങ്ങളെ തേടി എത്താൻ വേണ്ടി പോകുന്നുണ്ട്. വലിയ മാറ്റങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളായിരിക്കും. ആ മാറ്റങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളെയും എല്ലാം പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ടെൻഷൻ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ എന്ത് തന്നെയായാലും സത്യസന്ധത കൈവിടാതിരിക്കുക. നിങ്ങൾക്ക് എന്തായാലും വിജയം ഉണ്ടാകുമെന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന വിഷു ഫലമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത നക്ഷത്രമായ അവസാന നക്ഷത്രം, നമ്മുടെ കന്നി രാശിയിലെ അവസാന നക്ഷത്രമായ ചിത്രയിലേക്ക് കടക്കാം. അതോടുകൂടി നമ്മൾ ഈ വീഡിയോയുടെ വിഷുഫലത്തിൻ്റെ പാർട്ട് 2 ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ചിത്ര നക്ഷത്രം നോക്കാം. ചിത്തിര നക്ഷത്രക്കാരുടെ വിഷു എനർജി എന്തായിരിക്കും ഒന്നുകൂടി നോക്കാം. ചിത്തിര നക്ഷത്രക്കാരുടെ വിഷുഫലമാണ് നമ്മൾ നോക്കുന്നത്. എന്ത് എനർജി ആയിരിക്കും അവർക്ക് പ്രധാനമായിട്ടും ഉണ്ടാവുക? സാറ്റേൺ, ഏത് ഭാവത്തിലായിരിക്കും? 8ാം ഭാവം. ഓക്കെ, അപ്പോൾ കന്നിരാശിയിൽ 8ാം ഭാവത്തിനൊരു പ്രാധാന്യമുണ്ട്. എന്ത് കാര്യം ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്? പ്രോഗ്രഷൻ, ജേണി, യാത്രകൾ. നേരത്തെ നമ്മളിവിടെ പറഞ്ഞിരുന്നല്ലോ യാത്രകളുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലേ? ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് കന്നിരാശിയിലുള്ള ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദമാണ്. അപ്പോൾ നമുക്ക് ചിത്തിര നക്ഷത്രത്തിൻ്റെ എനർജി ആയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ശനിയാണ്. ഇത് അച്ചടക്കം, ഡിസിപ്ലിൻ, ക്ഷമ, ഉത്തരവാദിത്വം എന്നിവയെ സൂചിപ്പിക്കുന്നതാണ്. കാര്യങ്ങൾ വിചാരിച്ച വേഗതയിൽ, അവർ വിചാരിക്കുന്ന വേഗതയിൽ കാര്യങ്ങൾ നടന്നില്ലെന്ന് വരാം. എന്നാൽ ചെയ്യുന്ന ഓരോ കാര്യവും വളരെ കൃത്യതയോടെയും കഠിനാധ്വാനത്തോടെയും ചെയ്യാൻ നിങ്ങൾ എന്തായാലും നിർബന്ധിതരാകും. അങ്ങനെ ചെയ്യേണ്ടി വരും. ഈ കഠിനാധ്വാനം എന്ത് തന്നെയാണെങ്കിലും ഭാവിയിൽ നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളിൽ നിന്ന് പോവാത്തതായിരിക്കും. 8ാം ഭാവത്തിൽ ശനി വരുന്നത് ആയുസ്സിനും ആരോഗ്യത്തിനും ഗുണകരമാണെങ്കിലും ദൈനംദിന കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാം. പൈതൃകമായ സ്വത്തുക്കൾ സംബന്ധിച്ചോ അല്ലെങ്കിൽ പങ്കാളിയുടെ സാമ്പത്തിക കാര്യങ്ങളിലോ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. നേരത്തെ അത്തം നക്ഷത്രത്തിലും അങ്ങനെ ഒരു സൂചന ഉണ്ടായിരുന്നു. ആഴത്തിലുള്ള പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും, അതായത് റിസർച്ചിനും ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും ഇത്. റിസർച്ചൊക്കെ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിലൊക്കെ ഏർപ്പെടുന്ന ആളുകൾക്കൊക്കെ വളരെ നല്ല സമയമായിരിക്കും ഈ വിഷുക്കാലം. എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ഇവിടെ പറയുന്നത് പ്രോഗ്രഷൻ, അതായത് യാത്ര. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഘട്ടത്തിൽ നിന്നുള്ള ഒരു പരിണാമത്തെ അല്ലെങ്കിൽ വളർച്ചയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതൊരു നീണ്ട യാത്രയുടെ ഭാഗമാണ്. പെട്ടെന്നുള്ള ലാഭത്തെക്കാൾ ഉപരിയായി നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിലേക്കുള്ള ദൂരവ്യാപകമായ മാറ്റങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. വളരെ പെട്ടെന്ന് നിങ്ങൾക്കൊരു റിസൾട്ടൊന്നും ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ അത് നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നേട്ടങ്ങൾ എന്ന് പറയുന്നത് സ്ഥായിയായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിലനിൽക്കുന്ന ഒന്നായിരിക്കും. ശനി 8ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ
അലസത ഒഴിവാക്കി കർമ്മനിരതനാകാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് എല്ലുകൾക്കും പല്ലുകൾക്കും ചെറിയ അല്ലെങ്കിൽ ഒരു പ്രത്യേക ശ്രദ്ധ നൽകുന്നത് നല്ലതാണ്. ഇനി എന്താണ് ഈ വിഷുക്കാലത്ത് കൃഷ്ണൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്ന് നമുക്ക് നോക്കാം. ഈ വിഷുക്കാലത്ത് എന്താണ് കൃഷ്ണൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്ന് നോക്കാം. ഓക്കെ, കൺവിക്ഷൻ. ഇവിടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് കൺവിക്ഷനാണ്, അതായത് ദൃഢനിശ്ചയം, ഉറച്ച വിശ്വാസം എന്നതാണ്. ശനി 8ാം ഭാവത്തിൽ നിൽക്കുകയും ജീവിതം ഒരു പ്രധാന പരിണാമത്തിലൂടെ കടന്നു പോവുകയും ചെയ്യുന്ന ഈ സമയത്ത് ഈ സന്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് കർമ്മത്തിലുള്ള ഒരു ഉറപ്പാണ്. ശനി 8ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ തടസ്സങ്ങൾ കണ്ട് ഭയപ്പെടാതെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ പൂർണ്ണമായിട്ട് കൺവിക്ഷനോടെ പൂർണ്ണമായി അർപ്പിക്കുക എന്നതാണ്. പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കുക. പ്രതിസന്ധികൾ വരുന്നത് നിങ്ങളെ തളർത്താനല്ല, മറിച്ച് നിങ്ങളെ കൂടുതൽ ലക്ഷ്യബോധം ഉള്ള ആളുകളാക്കി മാറ്റാൻ, എത്രത്തോളം നിങ്ങൾ ശക്തരാണെന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. പുറമേ നിന്നുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വന്തം നിലപാടുകളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. അൺഷേക്കബിൾ ഫെയ്ത്ത് ആൻഡ് ഇന്നർ സെർട്ടനിറ്റിയാണ് വേണ്ടത്. അതായത് നിങ്ങളുടെ ആന്തരികമായ ശരികളെ മുറുകെ പിടിക്കുന്നത് നിങ്ങളുടെ ഈ ജീവിത യാത്രയിൽ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. വിശ്വാസത്തിന്റെ കരുത്തെന്ന് പറയുന്നത് മാറ്റങ്ങൾക്കിടയിലും ദൃഢമായ വിശ്വാസം, നിങ്ങൾക്ക് യൂണിവേഴ്സൽ എനർജിയിലുള്ള വിശ്വാസം കൈവിടാതിരിക്കുക, ആ ഒരു ഉറച്ച ബോധ്യം നിങ്ങളുടെ പാതയിലെ എല്ലാ ഇരുട്ടിനെയും മായ്ക്കാൻ സഹായിക്കും. അപ്പൊ ഇതോടെ നമ്മൾ കർക്കിടകം, ചിങ്ങം, കന്നി എന്നീ 3 രാശികളുടെയും അവയിലെ ഓരോ നക്ഷത്രങ്ങളുടെയും വിഷുഫലങ്ങൾ വിശദമായിട്ട് നോക്കിക്കഴിഞ്ഞു. വിഷുഫലത്തിന്റെ 3ാം ഭാഗം തുലാം, വൃശ്ചികം, ധനുരാശികൾ, അതായത് ലീബ്ര, സ്കോർപിയോ, സാജിറ്റേറിയസ് എന്നിവയുടെ റീഡിംഗ് ആയിരിക്കും. തുലാം രാശിയിലെ ലീബ്ര സൈനായിട്ട് വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര നക്ഷത്രത്തിന്റെ അവസാന പകുതി, അതായത് 3-4 പാദങ്ങൾ, ചോതി നക്ഷത്രം, വിശാഖം നക്ഷത്രത്തിന്റെ ആദ്യ 3 പാദങ്ങൾ, പിന്നെ സ്കോർപിയോ വൃശ്ചികം രാശിയിലുള്ള വിശാഖം, അനിഴം, തൃക്കേട്ടം നക്ഷത്രങ്ങൾ, ധനുരാശിയിൽ സാജിറ്റേറിയസിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം എന്നിവയാണ് നമ്മുടെ വിഷുഫലത്തിന്റെ 3ാം ഭാഗമായിട്ട് നമ്മൾ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് അടുത്ത് തന്നെ ഉണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, വിഷുഫലം ചെയ്ത രീതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളോ നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഹൈപ്പും എല്ലാം തന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നമ്മുടെ മെമ്പർഷിപ്പ് ആക്റ്റീവാണ്. മെമ്പർഷിപ്പ് വിവിധ ലെവലുകളിലായിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മെമ്പർഷിപ്പ് വിവിധ ലെവലുകളായിട്ട് അവൈലബിൾ ആണ്. അതിൽ ടാരോ സ്പാർക്ക് എന്ന് പറയുന്നത് ലോയൽറ്റി ബാഡ്ജസ് ഒക്കെ മാത്രമുള്ള ഒരു സാധാരണ ഒരു മെമ്പർഷിപ്പ് ലെവലാണ്. അതിന് മുകളിലേക്കുള്ള മെമ്പർഷിപ്പ് ലെവലുകൾ ടാരോ ഫ്രണ്ട്സ് മുതലായ മെമ്പർഷിപ്പ് ലെവലുകളിലാണ് കൂടുതൽ ആകർഷകമായിട്ടുള്ള പെർക്സ് ഒക്കെ അവൈലബിൾ ആയിട്ട് വരുന്നത്. ക്വിക്ക് ഇൻസൈറ്റ് എന്ന് പറയുന്ന 3rd ലെവലും 4th ലെവലിൽ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. 5th ലെവലാണ് പേഴ്സണൽ റീഡിങ്, ഒരു 10 minutes വരുന്നത് മന്ത്ലി വൺസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെക്ക് ചെയ്യണം, ജോയിൻ ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഇതിൻ്റെ അടുത്ത ഭാഗമായി വീണ്ടും വരാം. അപ്പോൾ കാണാം. ബൈ.